കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തിത്വമാണ് നടൻ ഉണ്ണി മുകുന്ദൻ. BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ള രീതിയിലുള്ള അഭ്യൂഹങ്ങളും അടുത്തിടെയായി ചർച്ച ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ അദ്ദേഹത്തിന്റെ റിലീസാകാത്ത ചിത്രത്തെ കൊല്ലാൻ ശ്രമിക്കുകയാണ് ഒരു കൂട്ടം സൈബർ ആക്രമണകാരികൾ. അത്തരത്തിലുള്ള വ്യാജ പ്രചരണത്തിനെതിരെ തുറന്നടിച്ച് ഉണ്ണി മുകുന്ദൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. താൻ പറയാത്ത കാര്യം പ്രചരിപ്പിച്ച് തന്റെ റിലീസാകാനിരിക്കുന്ന ചിത്രത്തെ തകർക്കാൻ ശ്രമം നടക്കുന്നുവെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞതെന്ന പേരിൽ പ്രചരിക്കുന്ന കാർഡുമായി ബന്ധപ്പെട്ട വാട്സപ്പ് ചാറ്റ് ഷെയർ ചെയ്താണ് നടൻ ഈ കാര്യം സോഷ്യൽ മീഡിയയിൽ വിശദീകരിച്ചത്. ശ്രീരാമജ്യോതി തെളിയിക്കാത്തവരും ഉച്ചത്തിൽ ശ്രീറാം വിളിക്കാത്തവരും എൻ്റെ സിനിമ കാണണ്ട എന്ന രീതിയിൽ ഉണ്ണി മുകുന്ദൻ പറഞ്ഞു എന്ന കാർഡ് ഷെയർ ചെയ്ത് ഒരു വ്യക്തി ഇതുപോലെ ചിലത് വൈറലാക്കുന്നുണ്ടെന്ന് പറയുന്നു. അത് സാരമില്ല, വിവരമുള്ളവർക്ക് അത് മനസ്സിലാകും, അതിനനുസരിച്ച് അവർ പ്രതികരിക്കുമെന്നാണ് ഉണ്ണി മറുപടി നൽകിയത്. റിലീസ് പോലും ചെയ്യാത്ത ഒരു സിനിമയെ തകർക്കാൻ നിങ്ങൾ എത്രത്തോളം താഴുകയാണ്? ഒരു സിനിമയെ കൊല്ലാൻ ശ്രമിക്കുന്ന യാദൃശ്ചികമായ ഈ കാര്യം ജനുവരി 1 മുതൽ ആരംഭിച്ച് ഇപ്പോഴും തുടരുകയാണ്. ഞാൻ ഒരിക്കലും പറയാത്ത വാക്കുകളാണ് ഒരു സിനിമയെ തകർക്കാൻ വേണ്ടി പ്രചരിക്കുന്നത്. അത് ആര് ചെയ്താലും എന്നെ വിശ്വസിക്കൂ, ഞാനോ എൻ്റെ സിനിമയോ പരാജയപ്പെടുമെന്നത് നിങ്ങളുടെ സ്വപ്നമാണ്. എനിക്ക് മെസ്സേജ് അയച്ച മാന്യനോട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും പറയുന്നു, എന്നെ അറിയുന്നവർ വിവേകത്തോടെ പെരുമാറും. ഏപ്രിൽ 11 നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിൽ ജയ് ഗണേഷ് എത്തും. UMF ആദ്യമായി വിതരണം ചെയ്യുന്ന ചിത്രമായിരിക്കും ജയ് ഗണേഷ് എന്നാണ് പോസ്റ്റിനൊപ്പം ഉണ്ണി മുകുന്ദൻ എഴുതിയിരിക്കുന്നത്. ഉണ്ണി മുകുന്ദനെ നായകനാക്കി രഞ്ജിത്ത് ശങ്കർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ജയ് ഗണേഷ്. വിഷു റിലീസായി ഏപ്രിൽ 11 ചിത്രം തിയേറ്ററുകളിൽ എത്തുക. അടുത്തിടെ ജയ് ഗണേഷ് കണ്ട് ഉണ്ണി മുകുന്ദൻ സോഷ്യൽ മീഡിയയിൽ തന്റെ അഭിപ്രായം എഴുതിയിരുന്നു. ജയ് ഗണേഷ് ഇപ്പോൾ കണ്ടു തീർത്തതേ ഉള്ളൂ. വിനയം മാറ്റി നിർത്തിയാൽ സത്യസന്ധമായി എനിക്ക് പറയാനാകും, ഒരു നടൻ എന്ന നിലയിൽ ഞാൻ പങ്കാളിയായ ഏറ്റവും മികച്ച ചിത്രമാണിത്. ഏപ്രിൽ 11 സ്ക്രീനുകളിൽ രോമാഞ്ചം ഉറപ്പാണ്. ഉണ്ണി മുകുന്ദൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയാണ് കുറിച്ചത്. ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തുന്ന വ്യക്തികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം.